Hello everyone, thank you for coming. എൻ്റെ പേര് ഫർസാന പാലത്തിങ്കൽ. എല്ലാവരും പാലത്തിങ്കൽ എന്നാണ് പറയുന്നത്, but it's actually പാലത്തിങ്കൽ. Very nice to meet you all. ഹായ്, എൻ്റെ പേര് ആദിശേഷൻ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാർട്ടിക്കൊക്കെ വരുന്നത്. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ അഭിനയിക്കാൻ. ഞാൻ ഇതിനു മുൻപ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച് അത് ഗണിച്ചിട്ടാ കണ്ട് എൻ്റെ ഒരു റീൽസ് കണ്ട് എന്നെ വിളിച്ചത് ഇങ്ങോട്ട്. ഹായ്, എൻ്റെ പേര് സിനാൻ. ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഇതിലോട്ട് എന്നെ അഭിനയിക്കാൻ വിളിച്ച് ഗണിച്ചതിന് താങ്ക് യു. ഹായ്, അജയൻ ചാശ്ശേരി. വളരെ സന്തോഷം വീണ്ടും മഞ്ഞുമലിന് ശേഷം നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിരിക്കാൻ പറ്റിയത്. ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. വളരെ എല്ലാ സ്ഥലത്തു നിന്നും വളരെ സന്തോഷമുള്ള റിപ്പോർട്ടുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എല്ലാ ആളുകളും വിളിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നതിന് വളരെ ഭാഗ്യം. Hello everyone, I'm Shailaja. I would just like to thank all of you for coming here to hear us, and it's a matter of great pride for us to be associated with Chidambaram and this wonderful film and to produce it. So thank you everyone. ഹായ്, എൻ്റെ പേര് സാന്ദ്ര ചന്ദ്രൻ. ഇതും എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ താങ്ക് യു. അതുപോലെ ജിത്തുവിൻ്റെ സ്ക്രിപ്റ്റിംഗ്, കോസ്റ്റ്യൂം, ഗണപതിയുടെ കാസ്റ്റിംഗ് എല്ലാം ഒത്തു വന്ന ഇത് നമുക്ക് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നല്ല. ഇത് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഗംഭീര പരിപാടി. അത് നന്നായിട്ട് റിസീവ് ചെയ്തതിന് നിങ്ങൾക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സപ്ന. എൻ്റെ ആദ്യത്തെ പടമാണ് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട്. എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ചിദംബരത്തിനാണ്. താങ്ക് യു ഫോർ ദ ട്രസ്റ്റ്. ഇത്രയും ഇങ്ങനത്തെ ഒരു ഫിലിം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. ആൻഡ് താങ്ക് യു. നമസ്കാരം എല്ലാവരും. ക്ഷണമനുസരിച്ച് വന്നിരുന്നു, നന്ദി. ആദ്യമായിട്ടാണ് അഭിനയം അല്ലാതെ ഫുള്ളി ടെക്നിക്കൽ സൈഡിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ് ബാലൻ. എനിക്ക് വളരെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു സിനിമയാണ് ബാലൻ. കാരണം കുറച്ച് പഞ്ച ഫാക്ടേഴ്സിനെ കണ്ടെത്താനും അവരോട് വർക്ക് ചെയ്യാനും അതിൽ നിന്ന് ഒരു നല്ല റിസൾട്ട് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത് എല്ലാം വളരെ സന്തോഷമുള്ള കാര്യം. താങ്ക് യു. അമ്മൂമ്മയ്ക്ക് കൊടുക്കാം. അമ്മ. വീട് തൃശ്ശൂരാണ്. ഞാൻ എൻ്റെ കൊച്ചുമോനെ യൂട്യൂബിൽ കൂടെ എന്തൊക്കെയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇവരെന്നെ വന്ന് കാണാനും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടാനും ഇടയായി. അതിനോട് പ്രത്യേകിച്ച് എനിക്ക് ഗണപതിയോടാണ്. കാരണം ഗണപതിയാണ് കണ്ടമാനം എന്നെ വന്ന് ശ്രമിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മകൻ്റെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പിന്നെ ചിദംബരം ബാക്കിലാണ്. ഞാൻ പിന്നീട് ഈ മനുഷ്യനെ അറിയുന്നത്. ഇങ്ങനെ ഒരാളാണ്. പിന്നെ എൻ്റെ പേരക്കുട്ടി, അവനാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. കണ്ടമാനം കഷ്ടപ്പാട് അവനവിടെ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ചീത്തയും തെറിയൊക്കെ കേട്ട് അവനെ വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിടാൻ തയ്യാറായില്ല. പക്ഷേ എല്ലാവരും ഉപരി എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം, ഇവരുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും സ്നേഹങ്ങളും കിട്ടി ഇതുവരെ എന്നെ കാത്തു. ആശംസിക്കുന്നു. ബ്രോ, എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാസ്റ്റിങ്ങിന് മുന്നോട്ടൊരു പ്രിപ്പറേഷൻ എന്തായിരിക്കും? കാരണം ഇതൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഈ പടത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോട്ടൊരു പ്രിപ്പറേഷൻസ് എന്തായിരിക്കും? ഓരോന്നെടുത്ത് പറയുന്നത് കുറേ പറയാനുണ്ട്. പക്ഷേ എന്താ പറയണ്ടേ, കുറേ നമ്മൾ ഒരു 2-3 മാസക്കാലോളം ഒരുപാട് സ്കൂളുകളിലും കേരളത്തിലുടനീളം ഒരുപാട് സ്കൂളുകളിലും ഒരുപാട് ഈ ഫീമെയിൽ ഓഡീഷൻസ് ആയാലും 10,000-4,000 പേരെയൊക്കെ നമ്മൾ ഓഡീഷൻ ചെയ്തിട്ടുണ്ട്, നേരിട്ടും അല്ലാതെയൊക്കെ. ആദ്യമൊക്കെ കുറച്ച് ഭയങ്കര ടെൻഷനായിരുന്നത്. കാരണം ഇതൊരു ചെറിയ പയ്യനാണ് നമ്മുടെ നായകൻ. അതും ചിദംബരത്തിൻ്റെ 3ാമത്തെ പടം മഞ്ഞുമല കേട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറും ആങ്സൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. ഇടയ്ക്ക് ഇത് പറ്റുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. പറയുന്നത് ഗംഭീര ഫിലിമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. അന്നൊരു ഫിലിം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പം താങ്കൾ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ആയാലും ജാനമൻ ആയാലും ഇപ്പോൾ അത് തിയേറ്ററിൽ ഓൾറെഡി പ്രേക്ഷകർ സ്വീകരിച്ച അല്ലെങ്കിൽ ഒരു എന്താ ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്തൊരു സിനിമകളാണ് അതൊക്കെ.
താങ്കൾ വിചാരിച്ച വേണമെങ്കിൽ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് നിലനിർത്തി വേണമെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. എന്നാൽ ടൊവിനോ ചേട്ടൻ, ജി ചേട്ടൻ അങ്ങനെയുള്ള കുറച്ച് സ്റ്റാർസ് മാത്രമല്ല ബാക്കി എല്ലാ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടാസ്ക് കൊണ്ട് ഒരു ചെറിയൊരു എന്താ പറയാ ഒരു 50-50 ചാൻസ് ആണ്. എന്തായിരുന്നു ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഇത് ഈ സിനിമ ചെയ്യാനുള്ള പ്രചോദനവും ധൈര്യവും ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. എന്റെ സ്ക്രീൻ പ്ലേ ജിത്തുനിൽ നിന്ന് കേട്ടപ്പം ഇത് എങ്ങനെ ചെയ്താലും വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു കഥയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ടൊവിനോ ജീനെല്ലാം എന്താ പറയാ, ലൈക്ക് they also trusted in the story and came without much doubts and thank you for that. ഫസ്റ്റ് ഫിലിമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരിൽ എത്തിക്കാന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അപ്പം എന്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ആളുകൾ വിചാരിച്ചത് ഇതൊരു സൈക്കോ പടമായിരിക്കും, ഒരു സൈക്കോ ക്യാരക്ടറൊക്കെ ആയിരിക്കും, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. ചെയ്യുന്ന സമയത്ത് മെയിൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രക്കും ടാലന്റഡും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ടീമല്ലേ, അപ്പോൾ അവരൊരു ലെവലിലാണെങ്കിൽ നമ്മളും അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു വരണം. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു എൻജോയ് ദ ജേർണി, ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ്. അത് ശരിക്കും ആക്ച്വലി എൻജോയ് ചെയ്ത് ട്രൂലി ലിവിങ് ഇറ്റ് ത്രൂ ആൻഡ് ത്രൂ. ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെയാണ്, കഥ കേട്ടപ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു ഹാർഡ്ലി 10-15 മിനിറ്റ്സ് സിനിമയിൽ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു തുടക്കവും മധ്യവും അവസാനവും ഉണ്ട്. ക്യാരക്ടറിന് ഒരു ആർക്ക് കൃത്യമായിട്ടുണ്ട്. അത് എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഇതിലെ ഏത് ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാലും അവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവങ്ങൾ, അവരുടെ വൾനറബിലിറ്റീസ്, അതൊക്കെയാണ് അവർ കുറച്ചും കൂടെ റിലേറ്റബിളും ആൾക്കാർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. നമ്മൾ ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലല്ലോ നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. വളരെ സന്തോഷം തോന്നി, കാരണം ഞാൻ ആദ്യമായി അഭിനയിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടറും അതിനോട് തിരിച്ചേർന്നതാണ്. അതുകൊണ്ട് അവർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, ബുദ്ധിമുട്ടാതെ കാര്യം നടത്തി കൊടുത്തു. പിന്നെ വളരെയധികം സന്തോഷമുണ്ട് മോളെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കാനും ഇത്രയും നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ വന്നിരിക്കാനും ദൈവം ഒരു അവസരം തന്നതിന് നന്ദിയുണ്ട്.